യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം ദൈവത്തിന്റെ അരൂപിയുടെ പ്രവർത്തനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഈ വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആന്തരിക മേഖലകളിൽ സൗഖ്യം തന്ന് നിത്യതയെ ലക്ഷ്യമാക്കി പാപം ഉപേക്ഷിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം ഉൾക്കൊള്ളാൻ പറ്റാതെ, ഈ വചനം ശ്രവിക്കാൻ പലതരത്തിലുള്ള ആന്തരികവും ബാഹ്യവുമായ തടസ്സങ്ങളാൽ വലയുന്ന ഓരോരുത്തരെയും വിവിധ തടസ്സങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവവചന ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും മനസ്സിലും ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് സൗഖ്യമായി, സമാശ്വാസമായി, ദൈവീക ആശ്വാസമായി പരിശുദ്ധാത്മാവേ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഹാലലുയ, 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 ഹാലലുയ. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഒരു ദൈവ പൈതൽ ദൈവവചനം കേട്ട് ഈ മണിക്കൂറിൽ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തി ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുതമുണ്ട്, ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം, ആ വ്യക്തി മാസങ്ങൾക്ക് മുമ്പ് അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടപ്പോൾ, ആ വചന ശുശ്രൂഷ പങ്കെടുത്തപ്പോൾ ദൈവം ആ വ്യക്തി ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് തോമസ് ജോസഫ്. കുറവലങ്ങാട് സ്വദേശിയായ എന്റെ ജീവിതത്തിൽ 2006 സെപ്റ്റംബർ ആദ്യത്തിൽ ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്. എന്റെ ഹൃദയത്തിന് എന്തോ തകരാറുണ്ടെന്നും ഒരു വിദഗ്ധ ചികിത്സയ്ക്കായി ഒരു കാർഡിയോളജിസ്റ്റിനെ കാണണമെന്നും അവിടുന്ന് നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് പരിശോധന നടത്തി. അപ്പോൾ ഹൃദയത്തിന്റെ ഇടത്തെ വാൽവ് ചുരുങ്ങിപ്പോയതായി കണ്ടെത്തി. അതുകൊണ്ട് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അവിടുന്ന് നിർദ്ദേശിച്ചു. ഞാൻ മനസ്സുകൊണ്ട് തളർന്നു. എന്റെ ഭാര്യ എന്നെ അന്ന് നിർബന്ധിച്ചു. അന്ന് ഞായറാഴ്ച രാത്രി 8:30 ഷാലോം ടിവിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഞാൻ ഭക്തി പുരസ്സരം കണ്ട് അവിടെ ആരാധനയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം തിങ്കളാഴ്ച രാവിലെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് പോയി. അവിടെ ഡോക്ടർമാർ നിർദ്ദേശിച്ച എല്ലാ ടെസ്റ്റുകളും നടത്തി നോക്കി. എന്നാൽ എന്റെ ഹൃദയത്തിന്റെ വാൽവിന്റെ ആദ്യത്തെ പ്രശ്നം അന്ന് കണ്ടില്ല. എന്റെ ഹൃദയത്തിന്റെ വാൽവിന് തകരാറുള്ളതായി കണ്ടെത്തിയില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇപ്പോൾ ഉടനെ ഓപ്പറേഷന്റെ ആവശ്യം ഇല്ല. പിന്നെ 6 മാസത്തിന് ശേഷം ഒരു ടെസ്റ്റും കൂടെ നടത്തിയിട്ട് വേണ്ടി വന്നാൽ ഓപ്പറേഷൻ നടത്തിയാൽ മതി എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ മാറ്റത്തിന്റെ പിന്നിൽ ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഞായറാഴ്ച രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പ്രാർത്ഥനാ പുരസ്സരം പങ്കെടുത്ത് ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചു എന്നൊരൊറ്റ പ്രവൃത്തി മാത്രമേ ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്റെ ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2006 സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഒരു അത്ഭുതത്തെ അദ്ദേഹം നമ്മളെ മുമ്പിലേക്ക് എഴുതി അറിയിച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു രോഗം വന്നു, ഉടനെ തന്നെ ഓപ്പറേഷൻ നടത്തുന്ന കാർഡിയോളജിസ്റ്റ് വിധി എഴുതി. അതനുസരിച്ച് ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കാൻ കുടുംബത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോഴാണ് ഭാര്യ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു, ഇന്ന് രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭാര്യയും ഭർത്താവും ഏക മനസ്സോടെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഭക്തി പുരസ്സരം കണ്ട് അന്നത്തെ ആരാധനയിൽ കൂടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ മെഡിക്കൽ ട്രസ്റ്റിൽ വിവിധ വിദഗ്ധ പരിശോധന നടത്തിയപ്പോൾ പറഞ്ഞു, ഉടനെ ഓപ്പറേഷൻ ആവശ്യമില്ല, ഇനി വേണ്ടി വന്നാൽ 6 മാസത്തിന് ശേഷം ഒന്നും കൂടെ ടെസ്റ്റ് നടത്തി വേണ്ടി വന്നാൽ മാത്രം ഓപ്പറേഷൻ നടത്തിയാൽ മതിയെന്ന്. ഹല്ലേലൂയ. ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം ആ മകന്റെ ചുരുങ്ങിക്കൊണ്ടിരുന്ന വാൽവിനെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ രോഗികൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കട്ടെ. പാപത്തിലിരിക്കുന്നവർ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കട്ടെ.
കഠിന ബന്ധനങ്ങളിലും പൈശാചിക പീഡകളിലിരിക്കുന്നവർ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കട്ടെ. യേശു ക്രിസ്തു വിടുതലിന്റെ ദൈവമായി ഈ നിമിഷങ്ങളിൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. യേശുവേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഇപ്പോൾ എന്റെ ആത്മീയവും ഭൗതികവുമായ ക്ഷീണത്തിലേക്ക്, ഭാരത്തിലേക്ക്, മനപ്രയാസത്തിലേക്ക്, രോഗത്തിലേക്ക്, സങ്കടത്തിലേക്ക്, കഷ്ടതകളിലേക്ക്, കടബാധ്യതയിലേക്ക്, ദുഃഖദുരിതങ്ങളിലേക്ക്, മാറാരോഗങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. അവിടുന്ന് എഴുന്നള്ളി വരണമേ. യേശുവേ, എന്നെ സ്പർശിക്കണമേ. യേശുവേ, എന്നെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 8-ാം അധ്യായം 13-ാമത്തെ തിരുലിഖിതം. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ പക്കലേക്ക് പരിശുദ്ധാത്മാവ് പേരുചൊല്ലി വിളിച്ച് അടുപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിന്, ആ ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ആനന്ദമാണ് തിന്മയെ വെറുക്കുക, തിന്മയെ ഉപേക്ഷിക്കുക എന്നുള്ളത്. അത് അവരുടെ ജീവിതത്തിലെ ഒരു ആവേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിയ ഗൊരേത്തി എന്ന് പേരുള്ള ഒരു കൊച്ചു മിടുക്കി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാനും കർത്താവിന്റെ ആത്മാവിന്റെ പ്രേരണ പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്താനും അത്യുത്സാഹമുള്ള ഒരു കൊച്ചു മിടുക്കിയായിരുന്നു. അങ്ങനെ അവൾ ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കൂടെ കൂടെ കുമ്പസാരിക്കുകയും ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു വന്ന ബാല്യകാലഘട്ടം. ആ ബാല്യത്തിൽ ഒരു ദിവസം ആ കൊച്ചു മിടുക്കി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രബോധനത്തെ കേട്ടു. പാപം ചെയ്യുന്നതിനേക്കാൾ ഭേദം മരണം എന്നൊരു ദൂത് ആ മിടുക്കിയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. ആ കുട്ടിയുടെ പ്രായത്തിൽ ആ കുട്ടി വളർന്നു വന്നപ്പോൾ ആത്മാവിന്റെ ശക്തിയിലും ആ കുട്ടി ബലം പ്രാപിച്ചു. അങ്ങനെ 10-13 വയസ്സുള്ള കാലഘട്ടം. അപ്പോൾ അലക്സാണ്ടർ എന്നു പേരുള്ള ഒരു ക്രൂരനും ജഡികാസക്തനുമായ ഒരു വ്യക്തി ആ കുഞ്ഞിനെ സമീപിച്ചു. ആ നൈർമല്യമുള്ള ഹൃദയത്തെ, ആ നൈർമല്യമുള്ള ആത്മാവിനെ കറ പുരട്ടാൻ ആ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആ ദുരാസക്തനായ വ്യക്തി പരിശ്രമിച്ചു. എന്നാൽ മരിയ ഗൊരേത്തി പറഞ്ഞു, എന്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പാപം ചെയ്യാൻ പോലും ഞാൻ കൂട്ടാക്കുകയില്ല, ഞാൻ കൂട്ടുനിൽക്കുകയില്ല. എന്നാൽ അലക്സാണ്ടർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. അപ്പോൾ ആ മരിയ ഗൊരേത്തി പറഞ്ഞു, പാപത്തേക്കാൾ ഭേദം മരണം. മരിച്ചാലും ശരി ഞാൻ പാപം ചെയ്യുകയില്ല, മരിച്ചാലും ശരി ഞാൻ പാപം ചെയ്യുകയില്ല. അലക്സാണ്ടർ അവളെ ക്രൂരമായി മർദ്ദിക്കുകയും ക്രൂരമായി കുത്തി 10-30 കുത്തുകൾ കൊടുത്ത് ആ പെൺകുട്ടിയെ നിർദ്ദയം കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവൾ പാപം ചെയ്യാൻ കൂട്ടാക്കിയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൾ തിന്മയെ വെറുത്തുപേക്ഷിച്ചവളാണ്. ഹല്ലേലൂയ. അവൾ തിന്മയെ വെറുത്തുപേക്ഷിച്ചു. മരിക്കേണ്ടി വന്നിട്ടും അവൾ പാപത്തിൽ നിൽക്കാൻ കൂട്ടുനിന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. ഹല്ലേലൂയ. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. ഒരു വ്യക്തി പാപം ഉപേക്ഷിക്കുന്നത്, ഒരു വ്യക്തി തിന്മ ഉപേക്ഷിക്കുന്നത്, ഒരു വ്യക്തി പുകവലി ഉപേക്ഷിക്കുന്നത്, ഒരു വ്യക്തി കള്ളത്തരം ഉപേക്ഷിക്കുന്നത്, ഒരു വ്യക്തി തട്ടിപ്പും വെട്ടിപ്പും ഉപേക്ഷിക്കുന്നത്, ഒരു വ്യക്തി പാപം ഉപേക്ഷിക്കുന്നത് കർത്താവിന് പ്രീതികരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം ഈ ധ്യാനകേന്ദ്രത്തിൽ, സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അങ്ങനെ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ ആ കുടുംബത്തെ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിച്ചു. ആ കുടുംബത്തിന് ദൈവത്തിന്റെ വചനത്തിന്റെ അഭിഷേകം ഉണ്ടായി. അങ്ങനെ ആ കുടുംബം വചനാഭിഷേകം പ്രാപിച്ച്, ആത്മാഭിഷേകം പ്രാപിച്ച് ഭവനത്തിലേക്ക് തിരിച്ചുപോയി, നാട്ടിലേക്ക് തിരിച്ചുപോയി. തിരിച്ചു ചെന്നതിന് ശേഷം ആ കുടുംബനാഥൻ ഒരു തീരുമാനമെടുത്തു, ഇനി എനിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. അവര് ബാറ് നടത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ബാറ് നടത്തിക്കൊണ്ടിരുന്ന കുടുംബം തീരുമാനമെടുത്തു, ഇനിമേൽ ഞങ്ങൾ ബാറ് നടത്തുകയില്ല, ഇനിമേൽ മദ്യം വിറ്റ് ഞങ്ങൾ പാപം ചെയ്യാൻ കൂട്ടുനിൽക്കുകയില്ല.
മദ്യം വിൽക്കുന്ന പാപകരമായ പ്രവൃത്തി ഞങ്ങൾ ഉപേക്ഷിക്കും. പിന്നീട് ധ്യാനത്തിന് ശേഷം ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഞാൻ ആ പ്രദേശത്തൂടെ കടന്നു ചെന്നപ്പോൾ ആ നാട്ടിലുള്ളവർ പറഞ്ഞു, അച്ഛാ, ധ്യാനം കൂടിയതിനു ശേഷം തിരിച്ചു വന്നിട്ട് ഇതാ ഇന്ന കുടുംബം ബാറ് നിർത്തി, ഇന്ന കുടുംബം മദ്യവിൽപ്പന നിർത്തി, ഇന്ന കുടുംബം ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, അവർക്ക് വ്യത്യാസം വന്നു. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഇപ്പോൾ അവര് കുർബാനയ്ക്കും കുമ്പസാരത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടി ആവേശത്തോടെ ദൈവത്തിന്റെ പക്കലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവർ പണ്ടത്തെ പോലെ പണമോ അല്ലെങ്കിൽ മദ്യമോ അല്ലെങ്കിൽ ബാറ് വഴിയുള്ള മറ്റെന്തെങ്കിലും നേട്ടമോ അവർ കാര്യമായി കണക്കാക്കുന്നില്ല. അവർ അത് ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം കേട്ട് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ തിന്മയെ വെറുക്കുന്നവരാകണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. തിന്മയെ, ദുഷ്ടതയെ വെറുക്കുന്നത്, ദുഷ്ടതയെ ഉപേക്ഷിക്കുന്നത് കർത്താവിന് പ്രീതികരമാണ്. ഇങ്ങനെ ദൈവവചനം കേട്ട് ദൈവാത്മാവ് നിറഞ്ഞ് പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രീതിയുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്. അവരെ ദൈവം വളരെയധികം സ്നേഹിക്കുന്നു. അവരോട് ദൈവത്തിന് അത്യധികമായ സന്തോഷമുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31 അധ്യായത്തിൽ 10 വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് പ്രവർത്തിക്കാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. എന്താ കാരണം? കാരണം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കാൻ പരിശ്രമിച്ചതിനാൽ അവനോട് ഞാൻ അവന്റെ സകല കഷ്ടതകളിലും ചേർന്ന് നിൽക്കും. ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കാൻ വേണ്ടി പാപത്തിന്റെ ഓരോ അവസരം വന്നപ്പോൾ തിന്മയെ വെറുത്ത് തിന്മയോട് പുറംതിരിഞ്ഞു നിന്നതുകൊണ്ട് അവന്റെ സകല കഷ്ടതകളിലും ഞാൻ അവന്റെ ചുറ്റിലും ഒരു വലയമായി ഞാൻ അവന്റെ കഷ്ടതകളിൽ അവനോട് ചേർന്ന് നിൽക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനീതി ഉപേക്ഷിക്കുക, അനീതി ഉപേക്ഷിക്കുക പാപപരിഹാര ബലിയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35 അധ്യായത്തിൽ 3 തിരുലിഖിതം അനീതി പരിവർജിക്കുക പാപപരിഹാര ബലിയാണ്. ദുഷ്ടത ഉപേക്ഷിക്കുന്നത് കർത്താവിന് പ്രീതികരമാണ്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് പ്രവർത്തിക്കാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ. പ്രഭാഷകൻ 31 അധ്യായത്തിൽ 10 തിരുലിഖിതത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ അരൂപിയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ വർഷിക്കണമേ. അങ്ങയുടെ അരൂപി അയക്കുക, അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും, ഭൂമുഖം പുതുതാകുകയും ചെയ്യും. ഞങ്ങൾ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ വളർന്ന് പാപത്തിൽ ശക്തി പ്രാപിച്ച് പാപത്തിന്റെ അടിമത്തത്തിലിരിക്കുന്നു. ഇതാ ഈ നിമിഷം ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്നു. ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. കർത്താവെ, മർത്തരെല്ലാം പാപഭാരവുമായി ഇതാ ഇപ്പോൾ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്നു. ഈ നിമിഷങ്ങളിൽ ഉന്നതത്തിൽ നിന്നുള്ള അങ്ങയുടെ ആത്മാവിനെ വർഷിച്ച് പാപത്തിന്റെ കെട്ടുകൾ അഴിച്ച് അന്ധകാരത്തിന്റെ ദുർഭരണത്തെ തകർത്ത് തിന്മയുടെ കോട്ടകളെ നിർവീര്യമാക്കി ഞങ്ങളെ ദൈവവചനത്തിന്റെ പ്രകാശത്തിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരണമേ. ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പാപത്തിന്റെയും തിന്മയുടെയും അന്ധകാരത്തിന്റെയുമായ ചങ്ങലകളെ മുറിച്ച് ഇപ്പോൾ ഞങ്ങളെ ദൈവാത്മ പ്രകാശത്തിൽ നടക്കാൻ തക്കവിധം ശക്തിയും കഴിവും കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തഴക്ക ദോഷങ്ങളിൽ കിടക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. കഠിന മദ്യപാന ബന്ധനത്തിലിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി പരിവർത്തിക്കട്ടെ. പുകവലിയുടെ കഠിന കെട്ടുകളിരിക്കുന്നവരുടെ മേൽ ദൈവാത്മ ശക്തി ഇപ്പോൾ പരിവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, കഠിനമായ ദുർഭൂതങ്ങളുടെ ആവാസത്തിലിരിക്കുന്ന പാപ പൈശാചിക ബന്ധനങ്ങളിലിരിക്കുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും പാപത്തിന്റെ എല്ലാ കോട്ടകളെയും തകർത്ത് നിർവീര്യമാക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപത്തിന്റെ ശക്തികൾ വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ ജീവിതത്തിലേക്ക് ദൈവമക്കൾക്ക് വലിയ തുറവിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മാർഗങ്ങളെ വെറുക്കുകയും ആത്മീയ ജീവിതത്തെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിലെ നടക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. കർത്താവെ, അങ്ങനെയുള്ള ജീവിതങ്ങൾ, അങ്ങനെയുള്ള അടിമത്തത്തിൽ ഇരിക്കുന്നവരിലേക്ക് ഇപ്പോൾ ദൈവാത്മാവ് വ്യാപരിക്കട്ടെ, ഇപ്പോൾ ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. ദൈവാത്മ ശക്തിയാൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ കോട്ടകൾ തകരട്ടെ, വൈരാഗ്യ കെട്ടുകൾ അഴിയട്ടെ. വൈരാഗ്യത്തിലും വെറുപ്പിലും ഇരിക്കുന്നവർക്ക്, അതിൽ അഭിമാനം കൊള്ളുന്നവരിൽ നിന്ന് അങ്ങനെയുള്ള ദുർബോധങ്ങൾ വിട്ടുമാറി ദൈവ സ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പുഞ്ചിരി തൂകുമാ സൂര്യകാന്തി സമാനമുഖം കാണുവിൻ ജനമേ മുതാ സാദരം തലകുമ്പിടു രാജരാജനേശുവിൻ പുണ്യനാമം വാഴ്ത്തുവാൻ സന്നിധേ വരുവിൻ മുതാ സ്തോത്രഗീതം പാടുവാൻ. ഹല്ലേലൂയ, ഹോശാന, ആർത്തുപാടിയണഞ്ഞിടുവിൻ. അതു നമ്മൾ തന്നവകാശം, ദൈവമക്കൾക്കഭിഷേകം. ഹല്ലേലൂയ, ഹോശാന, ആർത്തുപാടിയണഞ്ഞിടുവിൻ. അതു നമ്മൾ ദിവ്യകാരുണ്യനാഥനായ ഈശോ ഇതാ ജീവിക്കുന്ന കർത്താവായി നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ ഇപ്പോൾ ഉണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ മകനെ, മകളെ, ഈ നിമിഷം ദൈവത്തിന്റെ അത്ഭുതം കാണുന്ന അത്ഭുത നിമിഷമായി കർത്താവ് രൂപാന്തരപ്പെടുത്തും. യേശുവേ, അത്ഭുതങ്ങളുടെ കർത്താവേ, ഇപ്പോൾ ഈ നിമിഷം അങ്ങയുടെ നാമത്തെ വിളിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടെ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ യേശുവിന്റെ പക്കലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് ഹൃദയപൂർവ്വം യേശുവിനെ വിളിക്കുക. നീ അടുത്തുള്ളവനെ നോക്കരുത്, നീ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് നോക്കരുത്. നീയാണ് അനുഗ്രഹം പ്രാപിക്കേണ്ടത്. യേശുവിനെ വിളിക്കുക. അനുഗ്രഹം, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ അത്ഭുതം ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിനെ വിളിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതലും സൗഖ്യവും ഉണ്ട്. കർത്താവെ, ഈ നിമിഷം കുടുംബങ്ങളിലേക്ക് ആത്മീയ ബോധ്യങ്ങൾ സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന കെട്ടുകൾ അഴിച്ച് ആത്മീയ വഴികളെക്കുറിച്ചും ആത്മീയ വിടുതലിന്റെ മാർഗങ്ങളെക്കുറിച്ചും അവിടുന്ന് അത്ഭുതകരമായ ബോധ്യങ്ങൾ നൽകണമേ. കർത്താവെ, എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. കടബാധ്യതയുള്ളവർ, സ്വന്തമായി ഭൂമിയില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്തവർ, സ്വന്തമായി ജോലിയില്ലാത്തവർ, സ്വന്തമായി വാഹനം ഇല്ലാത്തവർ, ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി ഇല്ലാത്തവർ, മാനസാന്തരം ഇല്ലാത്തവർ, മദ്യപാനത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ചീട്ടുകളിലും ദുർവൃത്തിയിലും അടിമപ്പെട്ടു പോയിരിക്കുന്നവർ, പലതരത്തിൽ ലഹരി വസ്തുക്കളുടെ അടിമകളായിരിക്കുന്നവർ, ഹാൻസിന്റെയും പാൻപരാഗിന്റെയും അടിമത്തത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈ രാത്രി കുടുംബങ്ങളിൽ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും സ്വർഗത്തിന്റെ ശക്തി പ്രവഹിക്കുകയും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി വലിയ വിടുതൽ സംഭവിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവെ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, മജ്ജ സംബന്ധമായ രോഗങ്ങൾ, അൾസർ രോഗികൾ, ക്യാൻസർ രോഗികൾ അങ്ങയുടെ അത്ഭുത സ്പർശനത്താൽ വിടുതൽ പ്രാപിക്കാൻ തക്കവിധം അവിടുന്ന് കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശു ക്രിസ്തുവിനെ വിളിക്കുക. മകനെ, മകളെ, അത്ഭുതത്തെ പ്രാപിക്കുക. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നിറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ആത്മാവ്, അഭിഷേകത്തിന്റെ കൃപ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹോശാന, ആർത്തുപാടിയണഞ്ഞിടുവിൻ. അതു നമ്മൾ തന്നവകാശം, ദൈവമക്കൾക്കഭിഷേകം.
താമസിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 24 തീയതി ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു അപകടമുണ്ടായി. വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മകന് എറണാകുളത്ത് വെച്ചൊരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായി. ഞങ്ങൾ 24 തീയതി 5 മണി സമയത്താണ് വിവരം അറിയുന്നത്. ഞങ്ങൾ ഓടി അവിടെ ചെന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ മകന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മകനെ തിരിച്ചു കിട്ടില്ല എന്ന്. ഡോക്ടർ വിളിച്ചു, ഓപ്പറേഷൻ ഉടനെ ചെയ്യണം. ഏതാണ്ട് 90% പ്രതീക്ഷയില്ല, 10% മാത്രമേ പ്രതീക്ഷയുള്ളൂ. ബഹുമാനപ്പെട്ട അച്ഛന്റെ പ്രോഗ്രാം ശാലോൻ ടിവിയിൽ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ആ ഒരു ബന്ധം മാത്രം. മകനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി 11:15 തിയേറ്ററിൽ കയറ്റി 4:15 പുറത്തിറക്കി. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഉള്ളൊരുക്കി ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ മകനെ തിരിച്ചു തരികയാണെങ്കിൽ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ മകനും ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് പോയി ധ്യാനം കൂടിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, 19 ദിവസം അവിടെ കിടന്നു, 9 ദിവസം ICU കിടന്നു. കഴിഞ്ഞ ആഴ്ച മകൻ വീട്ടിൽ വന്നു. ഞങ്ങൾ ഞായറാഴ്ച 8 മണിക്ക് വീട്ടിൽ നിന്ന് പോരുന്നതിന് മുൻപ് പലരും പറഞ്ഞു, വാഹനം ബസ്സിൽ പോരാൻ പ്രയാസമുണ്ട്, വാഹനം ഒന്നും ഓടിപ്പിക്കരുത്. അവൻ തന്നെ വാഹനം ഓടിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്ന ആദ്യത്തെ ദിവസം അവനൊരു ചെറിയ പനിയും പ്രയാസമൊക്കെ ഉണ്ടായി. കൊച്ചച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. നേരം വെളുത്ത് അവന് പ്രത്യേക വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, പനി മാറി. ഇപ്പോൾ അവന്റെ അവസ്ഥ ഒത്തിരി മാറിയിട്ടുണ്ട്. എൻ്റെ മകൻ ഇവിടെയുണ്ട്. അവന്റെ തലയിൽ 42 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. എല്ലാം ഈശോ ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾക്ക് ഈ അച്ഛനോടും ഈ ധ്യാന മന്ദിരത്തോടും അതിലുപരി ദൈവത്തോടും എന്തുമാത്രം നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. കരഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശിരസിൽ ഒരുപാട് 42 സ്റ്റിച്ചുകൾ ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി. ഇന്ന് നമ്മളുടെ കൂടെ സന്തോഷത്തോടും ആരോഗ്യത്തോടും നല്ല ദൈവകൃപയോടും കൂടെ നിൽക്കാൻ തക്കതും കർത്താവ് അനുഗ്രഹിച്ച്. ഡോക്ടർ പറഞ്ഞത് 3 മാസം കഴിയാതെ പുറത്തിറങ്ങരുത്, നടക്കരുത്. പിന്നെ ജർമ്മനിക്ക് പോകാനുള്ള വിസ 24-ാം തീയതി കിട്ടേണ്ടതാണ്, 25-ാം തീയതി. അതെല്ലാം തടസ്സം ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ വരാൻ വേണ്ടിയാണ് ദൈവം ഈശോ കൊണ്ടുവന്നതാണത്. പ്രൈസ് ദി ലോർഡ്. എന്റെ മകനെ തിരിച്ചു വന്നതിൽ 1000 നന്ദി. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ കരങ്ങളടിച്ച് ഈശോയെ ആരാധിക്കാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ കാണാം. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678-589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.